ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം സ്വഹാബികളെയൊക്കെ വിളിച്ചുകൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. തമന്നൗ, നിങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നൊന്ന് വിളിച്ചു പറയണം എന്ന് പറഞ്ഞ ഒരു സംഭവം ഇമാം ബുഖാരി തങ്ങളൊക്കെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എന്താ നിങ്ങളുടെ ആഗ്രഹം? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, മഹാനവറുകളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ മുഴുവനും ബദരീങ്ങളായിരുന്നു എന്നതാണ്. ബദരീങ്ങളെയാണ് കൂട്ടിക്കൊണ്ടിടക്കുക എപ്പോഴും. ഉമർ തങ്ങളുടെ ബിത്താനത്ത് ബദരീങ്ങളാണ്. അപ്പോൾ അവരടക്കമുള്ള സ്വഹാബിമാരോടാ ചോദിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? വാട്ട്സ് യുവർ ആംബിഷൻ ഇൻ ലൈഫ്? അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങി, എന്താ പറയാ. അതിലൊരു സ്വഹാബി പറഞ്ഞു, ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാർ, ഈ വീട് നിറയെ എനിക്ക് ദഹബൻ വഫില്ല, ദീനാറും ദിർഹമും എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്, ഞാനത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കും. ഈ വീട് നിറയെ, ദാറ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിലേറെ വീടുകൾ ഉള്ളപ്പോഴാണ് ദാറ് എന്ന് പറയുക, അല്ലെങ്കിൽ ബൈത്ത് എന്നാണല്ലോ പറയാം. ഇപ്പൊ വീടുകളുടെ കൂട്ടത്തിനാണ് ദാർ, അതുകൊണ്ട് ദാർ മുഅന്നസാണ്. അപ്പോൾ അതൊരു കൂട്ടം, ഒരു സംഘം വീടുകൾക്കാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ അടുത്ത ആള് പറഞ്ഞു ഇതിന് സമാനമായ ഒരു മറുപടി, ലൗ കാന ലീ മിൽഹു ഹാദിഹി ദാരി ലുഅ്ലുഅതൻ വസബർജദൻ, വിലപിടിപ്പുള്ള കല്ലുകളും പവിഴങ്ങളും വജ്രങ്ങളുമൊക്കെയാണ് ഈ വീടുകൾ നിറയെ എനിക്ക് കിട്ടിയതെങ്കിൽ ഞാൻ ഒന്നുപോലും എനിക്കെടുത്തു വെക്കാതെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഞാൻ ചെലവഴിച്ചിരിക്കും എന്ന് അടുത്ത സ്വഹാബി. ഉമർ തങ്ങൾ വീണ്ടും പറഞ്ഞു, തമന്നൗ, നിങ്ങൾ ആഗ്രഹം പറയിൻ. അപ്പൊ അവർ പറഞ്ഞു, ലാ നജിദു മാ നതമന്ന, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഇനി അമീറുൽ മുഅ്മിനീന്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ഉമർ തങ്ങൾ കൊടുത്ത മറുപടി, ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാർ അംസാലു അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് വസാലിം മൗല അബി ഹുദൈഫ വമുആദ് ബിൻ ജബൽ ലസ്തഅമൽതുഹും ലിഇലാഇ കലിമത്തില്ലാഹ്. ഇവിടെയാണ് വിഖായയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ വീട് നിറയെ സ്വർണവും വെള്ളിയൊന്നുമല്ല വേണ്ടത്. എനിക്ക് വീട് നിറയെ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിനെ പോലെയുള്ള ചുണക്കുട്ടികൾ, അബൂ ഹുദൈഫ തങ്ങളുടെ മൗലയായിരുന്ന സാലിം തങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ, മുആദ് ബിൻ ജബൽ തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ, എനിക്കിവരെയാണ് കിട്ടിയതെങ്കിൽ ഞാൻ അവരെ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുമായിരുന്നുവെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് ഉമർ തങ്ങളുടെ വലിയൊരു വിഷനാണ്. ഉമർ തങ്ങൾ he was a great visionary. ഉമർ തങ്ങളുടെ പ്രത്യേകത അതാണ്. ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദിസീന വമുകല്ലമീൻ വമിൻഹും ഉമർ. In my ummah there are a few who are divinely inspired. എൻ്റെ ഉമ്മത്തിൽ അള്ളാഹുവിൽ നിന്ന് വഹീ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇൽഹാം ലഭിക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുകൾ കാണാൻ കഴിയും. വ്യക്തികളാണ്. മാൻ പവർ എന്നത് വലിയൊരു സംഭവമാണ്. നമുക്ക് സമ്പത്തോ ഫണ്ടോ ഒന്നുമില്ലെങ്കിൽ തന്നെയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കത്തക്ക വിധം പ്രബുദ്ധരായ ഒരു കൂട്ടം ആളുകളെയാണ് എനിക്ക് വേണ്ടത്, ഫണ്ടല്ല എനിക്ക് വേണ്ടത് എന്ന് മഹാനവറുകൾ പറയുന്നത് ഇതുപോലെയുള്ളൊരു ആൾക്കൂട്ടത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ ഖൈറുൽ ഖുറൂനിന്റെ ആ ഒരു ഖൈറിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കെ തന്നെയാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു കൂട്ടായ്മ, വിഖായയുടെ ആ ഒരു ജാക്കറ്റ് അണിയുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു അഭിമാനവും അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്തെന്നില്ലാത്ത മനസ്സിന്റെ കുളിർമയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വളരെ 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 സന്തോഷദായകമാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കഅബാലയത്തിന്റെ പടവുകൾ പടുത്തുയർത്തുമ്പോൾ പറഞ്ഞ വാക്കുകൾ പണി തീരും മുമ്പ്, കഅബാലയം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥന ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ നീ സ്വീകരിക്കണമേ.